അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ 1ാം പാഠത്തിൻ്റെ ക്ലാസ്സാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്ദർസുൽ അവ്വലു, 1ാമത്തെ പാഠം. അൽ കഅബത്തു ഖിബ്ലത്തുനാ, കഅബ നമ്മുടെ ഖിബ്ലയാണ്. ഹൽ റഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹാദൽ ബൈത്ത, ഈ ഭവനത്തെ, നിങ്ങൾ ഈ ഭവനത്തെ കണ്ടിട്ടുണ്ടോ. ഹാദാ, ഇത്, ബൈത്തുല്ലാഹിൽ ഹറാം, പവിത്രമായ അള്ളാഹുവിൻ്റെ ഭവനമാണ്. യതവജ്ജഹുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ മുന്നിടുന്നു, ഇലാ ഹാദൽ ബൈത്തി, ഈ ഭവനത്തിലേക്ക്, ഫീ സ്വലവാത്തിഹിം, അവരുടെ നിസ്കാരങ്ങളിൽ. മുസ്ലിമീങ്ങൾ അവരുടെ നിസ്കാരങ്ങളിൽ ഈ ഭവനത്തിലേക്ക് മുന്നിടുന്നു. ഹാദൽ ബൈത്തു, ഈ ഭവനം, ഹുവ, അത്, അൽ കഅബത്തു ഷരീഫ, ആദരിക്കപ്പെടുന്നതായ കഅബയാണ്, അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്നതായ കഅബയാണ്. ഹിയ, അത്, അവ്വലു ബൈത്തിൻ, 1ാമത്തെ വീടാണ്, അല്ലെങ്കിൽ 1ാമത്തെ ഭവനമാണ്. വുളിഅ ലി ഇബാദത്തില്ലാഹി, അല്ലാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട 1ാമത്തെ ഭവനമാണ്. ഈ പാഠത്തിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത് മുഅറബിനെ കുറിച്ചും മബ്നിയെക്കുറിച്ചുമാണ്. മുഅറബ് എന്നാൽ ആമിലുകൾ വ്യത്യാസപ്പെടൽ കൊണ്ട് അവസാനം വ്യത്യാസപ്പെടുന്നതിന് മുഅറബ് എന്ന് പറയും. മബ്നി എന്നാൽ ആമിലുകൾ വ്യത്യാസപ്പെടൽ കൊണ്ട് അവസാനം വ്യത്യാസപ്പെടാത്തതിന് മബ്നി എന്നും പറയും. ഇപ്പോൾ ഇതിൽ 4 പ്രാവശ്യം ഹാദ എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ഇത് മുഴുവനും മബ്നിയാണ്. കാരണം എല്ലാ സ്ഥലത്തും ഹാദ ഹാദ എന്നാണ് ഉപയോഗിച്ചത്. രണ്ടാമത് പറഞ്ഞ അൽ ബൈത്ത് എന്നുള്ളത് അത് മുഅറബാണ്. കാരണം 1ാമത്തെ ബൈത്ത എന്നാണ് പറഞ്ഞത്, 2ാമത്തെ ബൈത്തു എന്നാണ് പറഞ്ഞത്, 3ാമത്തത് ബൈത്തി. ഫത്ഹ്, വമ്മ്, കസ്റ്, വീണ്ടും വമ്മ്, പിന്നെ കസ്റ്. അങ്ങനെ വ്യത്യാസപ്പെടുന്നുണ്ട്. അങ്ങനെ വ്യത്യാസപ്പെടുകയാണെങ്കിൽ മുഅറബ് എന്നും, വ്യത്യാസപ്പെടാത്തതാണെങ്കിൽ മബ്നി എന്നും പറയും. അൽ കഅബത്തു, കഅബ, ഫി മക്കത്തൽ മുക്കറമ, ആദരിക്കപ്പെടുന്നതായ മക്കയിലുള്ളതാണ് കഅബ. മുക്കറമ, ഷരീഫ എന്നൊക്കെ പറഞ്ഞാൽ ഒരർത്ഥമാണ്. യദ്ഹബുൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ പോകുന്നു, ഇലാ മക്കത്ത, മക്കയിലേക്ക് പോകുന്നു, ലി അദാഇൽ ഹജ്ജി വൽ ഉംറത്തി, ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നു. മുസ്ലിമീങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പോകുന്നു. വയതൂഫൂന, അവർ ത്വവാഫ് ചെയ്യുന്നു, ബിൽ കഅബ, കഅബയിൽ അവർ ത്വവാഫ് ചെയ്യുന്നു. വയസ്ഔന, അവർ സഅയ് ചെയ്യുന്നു, ബൈന സ്വഫ വൽ മർവത്തി, സ്വഫയുടെയും മർവയുടെയും ഇടയിൽ അവർ സഅയ് ചെയ്യുന്നു. ബന ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ചു, വബിനുഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മകനും, ഇസ്മായിലു അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിർമ്മിച്ചു അൽ കഅബത, കഅബയെ. വഹുമ, രണ്ടുപേരും, യഖൂലാൻ, രണ്ടുപേരും പറഞ്ഞു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്ന് പറഞ്ഞു. റബ്ബന, തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഇന്നക, തീർച്ചയായിട്ടും നീ, അൻത സമീഉ, നീ എല്ലാം കേൾക്കുന്നവനാണ്, അലീമു, എല്ലാം അറിയുന്നവനുമാണ്. ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, അതതിൻ്റെ അർത്ഥം. നുലാഹിദു അവാഖിറൽ കലിമാത്തിൽ മുലവ്വന, നിറം കൊടുക്കപ്പെട്ട കലിമത്തിൻ്റെ അവസാനം നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. നുലാഹിദു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, ശ്രദ്ധിക്കാം എന്നൊക്കെയാണ് അർത്ഥം. വനഫ്ഹമു, നമുക്ക് മനസ്സിലാക്കാം, അൽ ഫർഖ ബൈനൽ മുഅറബി വൽ മബ്നി, മുഅറബിൻ്റെയും മബ്നിയുടെയും ഇടയിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. ഫർഖന വ്യത്യാസം മനസ്സിലാക്കാം. ഹാദൽ ബൈത്തു ഹുവൽ കഅബത്തു, നമ്മുടെ പാഠഭാഗത്ത് ഹാദൽ ബൈത്തു, ഈ വീട്, അവിടെ ബൈത്തു എന്നാണ് കൊടുത്തത്, അത് മുഅറബാണ്. ഹാദ എന്നുള്ളത് മബ്നിയാണ്. ഹൽ റഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹാദൽ ബൈത്ത, ഈ ഭവനത്തെ. ഹൽ റഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഹാദൽ ബൈത്ത്. അവിടെ ഹാദ എന്നുള്ളത്
മബിനിയാണ്. അൽ ബൈത്ത എന്നുള്ളത് മോറബുമാണ്. അവിടെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. യതവജ്ജഹുൽ മുസ്ലിമൂന മുസ്ലിമീങ്ങൾ മുന്നിടുന്നു ഇലാ ഹാദുൽ ബൈത്തി ഈ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഭവനത്തിലേക്ക്. അപ്പോൾ ഹാദ എന്നുള്ളത് വ്യത്യാസപ്പെട്ടിട്ടില്ല, അൽ ബൈത്ത് എന്നുള്ളത് വ്യത്യാസപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഹാദ എന്നുള്ളത് ശരിക്കും ജറിൻ്റെ സ്ഥാനമാണ്. ജറാണെങ്കിലും റഫ് ആണെങ്കിലും നസ്ബ് ആണെങ്കിലും ഏത് ഇറാബാണെങ്കിലും ഹാദ പോലെ തന്നെയാണ് ഉണ്ടാവുക. അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുകയില്ല. ഒന്നാമത് പറഞ്ഞത് ഹാദ എന്നുള്ളത് റഫിൻ്റെ സ്ഥാനമാണ്. രണ്ടാമത് പറഞ്ഞത് നസ്ബിൻ്റെ സ്ഥാനമാണ്. മൂന്നാമത് പറഞ്ഞത് ജറിൻ്റെ സ്ഥാനമാണ്. ഏത് സ്ഥാനമാണെങ്കിലും ഹാദ പോലെ തന്നെ നിൽക്കും. മോറബാണെങ്കിൽ അതിൻ്റെ അവസാനം വ്യത്യാസപ്പെടുകയും ചെയ്യും. അൽ കാബത്തു കാബ ഫി മക്കത്ത മക്കയിലാണ്. ഇവിടെ അൽ കാബത്തു എന്നാണ് പറഞ്ഞത്, അത് മോറബ് ആയതുകൊണ്ട്. ബന ഇബ്രാഹിം വ ഇസ്മായിൽ അലൈഹിസ്സലാമുൽ കാബത്ത ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കാബയെ നിർമ്മിച്ചു. ഇവിടെ അൽ കാബത്ത എന്നാണ് പറഞ്ഞത്, മഫ്ഊലായതുകൊണ്ട് നസ്ബാണ്, അതുകൊണ്ട് കാബത്ത എന്ന് പറഞ്ഞു. യത്തൂഫുൽ ഹുജ്ജാജു ഹാജിമാർ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ ത്വാഫ് ചെയ്യുമ്പോൾ കാബയിൽ. ഇവിടെ കാബത്തി എന്നാണ് പറഞ്ഞത്, മജ്റൂർ ആയതുകൊണ്ട് ജാർ മജ്റൂർ ആയതുകൊണ്ട് കാബത്തി എന്നാണ് പറഞ്ഞത്. ഇവിടെ 3 ഉദാഹരണങ്ങളും മോറബായതുകൊണ്ട് ഫസ്റ്റത്തിന് ദമ്മ്, രണ്ടാമത്തിന് ഫതഹ്, മൂന്നാമത്തിന് കസ്ർ കൊടുത്തു. നുലാഹിദുൽ ജദ്വല ബോക്സ് നമുക്ക് മനസ്സിലാക്കാം, ബോക്സിലുള്ളത് മനസ്സിലാക്കാം. അംസിലത്തുൽ മോറബി മോറബിൻ്റെ ഉദാഹരണം, മോറബിനിക്കുള്ള ഉദാഹരണങ്ങൾ. അൽ അംസിലത്ത് ഉദാഹരണം കിതാബുൻ ത്വാലിബുൻ ബഖറത്തുൻ ഷജറത്തുൻ. കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം, ത്വാലിബുൻ വിദ്യാർത്ഥി, ബഖറത്തുൻ പശു, ഷജറത്തുൻ മരം. ഇത് മുഴുവനും. അൽ ഇസ്മു അതിൻ്റെ ഇനം എന്താണ്? നൗറ ഇനം. ഇത് ഇസ്മാണ്. ഈ ഉദാഹരണങ്ങളൊക്കെ ഇസ്മുകളാണ്. അവിടെ നസ്ബിൻ്റെ സ്ഥാനമാകുമ്പോൾ കിതാബൻ, ത്വാലിബൻ, ബഖറത്തൻ, ഷജറത്തൻ എന്ന് പറയും. ജറിൻ്റെ സ്ഥാനമാകുമ്പോൾ കിതാബിൻ, ത്വാലിബിൻ, ബഖറത്തിൻ, ഷജറത്തിൻ എന്ന് പറയും. റഫിൻ്റെ സ്ഥാനമായതുകൊണ്ടാണ് കിതാബുൻ, ത്വാലിബുൻ, ബഖറത്തുൻ, ഷജറത്തുൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവസാനം വ്യത്യാസപ്പെടും എന്നർത്ഥം. അടുത്ത യദ്ഹബു, തക്തുബു, നജ്ലിസു, അഖ്റഉ. യദ്ഹബു അവൻ പോകും, തക്തുബു നീ എഴുതും, നജ്ലിസു നമ്മൾ ഇരിക്കും, അഖ്റഉ ഞാൻ ഓതും അല്ലെങ്കിൽ ഞാൻ വായിക്കും. ഇതൊക്കെ മുദാരിയായ ഫീലാണ്. അടുത്തത് അംസിലത്തുൽ മബിനിക്ക് ഉദാഹരണം. അൽ അംസിലത്തു ഉദാഹരണം ഹുവ, ഹിയ, അൻത, നഹ്നു. ഇതിൻ്റെ ഇനം ലമാഇറാണ്, ലമീറുകളാണ്. ഹുവ അവൻ, ഹിയ അവൾ, അൻത നീ, നഹ്നു ഞങ്ങൾ, അന ഞാൻ എന്നൊക്കെയുള്ള ലമീറുകളാണ്. അൻതുമ അതൊക്കെ ലമീറുകളാണ്. ലമീറുകൾ മുഴുവനും മബിനിയാണ്. അടുത്തത് മൻ, ഹൽ, കൈഫ, ഐന. മൻ ആര്, ഹൽ ഉണ്ടോ, ആണോ എന്നൊക്കെ ചോദിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ്. കൈഫ എങ്ങനെ, ഐന എവിടെ. ഇതൊക്കെ ക്വസ്റ്റ്യനുകളാണ്, ക്വസ്റ്റ്യന് വേണ്ടി ഉപയോഗിക്കുന്ന ഹർഫുകളാണ്. ഇത് അദവാത്തുൽ ഇസ്തിഫ്ഹാമിൻ്റെ അടയാളങ്ങൾ, അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ. ഇതെല്ലാം മബിനിയാണ്. അടുത്തത് അസ്മാഉൽ ഇഷാറയാണ്, ഇസ്മ ഇഷാറകളാണ്. ഇഷാറത്തിൻ്റെ ഇസ്മ സൂചിപ്പിച്ച് പറയുന്ന ഇസ്മ, അത് ഇത് എന്നൊക്കെ പറയുന്ന ഇസ്മുകളാണ്. അതും മബിനിയാണ്. ഹാദ, ഹാദിഹി, ദാലിക, തിൽക. ഹാദ ഇത്, ഹാദിഹി ഇത്. ഹാദിൻ്റെയും ഹാദിഹിൻ്റെ അർത്ഥം ഇത്. ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിനും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കും. അത് 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. ദാലിക അത്, തിൽക അത്. ദാലിക എന്നുള്ള പുല്ലിംഗത്തിനും തിൽക എന്നുള്ള സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കും. ഇതൊക്കെ ഇസ്മു ഇഷാറകളാണ്. അസ്മാഉൽ ഇഷാറ അത് മബിനിയാണ്. അടുത്ത അൽ ഹുറൂഫ് ഹർഫുകൾ. ഫി, മിൻ, ലാ, ഇന്ന. ഇതെല്ലാം മബിനിയാണ്. അതായത് ആമിലുകൾ വ്യത്യാസപ്പെടൽ കൊണ്ട് ഇത് വ്യത്യാസപ്പെടുകയില്ല, അവസാനം വ്യത്യാസപ്പെടുകയില്ല എന്നർത്ഥം. അപ്പോൾ ഹാദ എന്നുള്ളത് ഹാദീന്നോ ഹാദൂന്നോ അല്ലെങ്കിൽ ഹാദിഹി എന്നുള്ളത് ഹാദിഹൂന്നോ ഹാദിഹാന്നൊന്നും ആവൂല, അതൊന്നും വ്യത്യാസപ്പെടില്ല എന്നർത്ഥം. ഇതൊക്കെ ഹർഫുകളാണ്. അടുത്ത് ഫാല, ഫാലു, ഇഫ്അൽ, ഇഫ്അലി. ഫാല, ഫാലു എന്നുള്ളത് മാദിയായ ഫിയലും ഇഫ്അൽ, ഇഫ്അലി എന്നുള്ളത് അമ്ര ഫിയലുമാണ്.
അടുത്തത് നുക്കമ്മിലുൽ ഫറാഗ, വിട്ട ഭാഗം നമുക്ക് പൂരിപ്പിക്കാം. കമാ ഫിൻ നമൂദജി, ഉദാഹരണത്തിലുള്ളതുപോലെ. നമൂദജ് പറഞ്ഞാൽ മോഡലിലുള്ളതുപോലെ, അതായത് ഉദാഹരണത്തിലുള്ളതുപോലെ. ദാലിക മസ്ജിദുൻ, ദാലിക മസ്ജിദുൻ, അത് പള്ളിയാണ്. അടുത്തത് ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ദാലിക്കൽ മസ്ജിദ, ആ പള്ളിയെ. സ്വല്ലൈതു, ഞാൻ നിസ്കരിച്ചു, ഫി ദാലിക്കൽ മസ്ജിദി, ആ പള്ളിയിൽ വെച്ച്. ഇവിടെ ഒന്നാമത് ദാലിക്ക എന്നുള്ളത് 3 സ്ഥലത്തും ഒരുപോലെയാണ്. അപ്പോൾ അത് മബിനിയാണ്, അത് ഇസ്മിഷാറയാണ്. നേരത്തെ പഠിച്ചു, ഇസ്മിഷാറയാണ്. മസ്ജിദുൻ എന്നുള്ളത് മോറബാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് മസ്ജിദുൻ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ മസ്ജിദ നസ്ബായി, മൂന്നാമത്തെ മസ്ജിദി ജറായി. അങ്ങനെ മാറി മാറി വരും. മോറബാകുമ്പോൾ, മബിനിയാകുമ്പോൾ അതുപോലെ നിൽക്കും, ഒരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അടുത്ത ഉദാഹരണം എഴുതാനുള്ളതാണ്. തിൽക്ക വെച്ചിട്ട് മക്തബത്തുൻ എന്ന് പറഞ്ഞാൽ ലൈബ്രറിക്കാണ് മക്തബത്തുൻ എന്ന് പറയുക. തിൽക്ക മക്തബത്തുൻ, അത് ലൈബ്രറിയാണ്. ഒഹിബു ഡാഷ് അൽ മക്തബത്ത, അപ്പോൾ തിൽക്കാന്ന് അവിടെ കൊടുക്കണം. ഒഹിബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, തിൽക്കൽ മക്തബത്ത, ആ ലൈബ്രറിയെ, അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളിനും മക്തബത്ത് എന്ന് പറയും. ആ ബുക്ക് സ്റ്റാളിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. ദഹബത്തു, ഞാൻ പോയി, ഇല തിൽക്ക ഡാഷ്, ഇല എന്നൊന്നുകൊണ്ട് ജെറിൻ്റെ അറഫാണ്. അപ്പോൾ തിൽക്ക അൽ മക്തബത്തി, ആ ബുക്ക് സ്റ്റാളിലേക്ക് ഞാൻ പോയി. ഇവിടെ തിൽക്ക എന്നുള്ള എല്ലാ സ്ഥലത്തും ഒരുപോലെ നിൽക്കുകയാണ്. അപ്പോൾ അത് മബിനിയാണ്. അതിന് ശേഷമുള്ള മക്തബത്തുൻ എന്നുള്ളത് ഫസ്റ്റത്തിന് മക്തബത്തുൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ മക്തബത്ത എന്ന് പറഞ്ഞു, മൂന്നാമത്തെ മക്തബത്തിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ അത് മോറബാണ്. തിൽക്ക പോലെ നിൽക്കും, അതുകൊണ്ട് മബിനിയാണ്. നുഅരിബു, നമുക്ക് അറബിയാക്കാം. കാബ എവിടെയാണ്, അതിൻ്റെ അറബി എഴുതാനുള്ളതാണ്. ഐനൽ കാബത്തു, കാബ എവിടെയാണ്. ഇത് എൻ്റെ മദ്രസയാണ്. ഇത് എന്നുള്ളതിന് ഹാദാ മദ്രസത്തി, ഇത് എൻ്റെ മദ്രസയാണ്. ഇവിടെ ഐന എന്നുള്ളത്, ഫസ്റ്റത്തിൽ ഐന എന്നുള്ളത് മബിനിയാണ്. കാരണം അത് ഇസ്തിഫാമിൻ്റെ അദവാത്താണ്, ഇസ്തിഫാമിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ ഐന എന്നുള്ളത് മബിനിയാണ്. കഅബ എന്നുള്ളത് മോറബുമാണ്. രണ്ടാമത്തത് ഹാദ എന്നുള്ളത് മബിനിയാണ്, അത് ഇസ്മുഷാറയാണ്. മദ്രസത്തു എന്നുള്ളത് മോറബുമാണ്. നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ, മുഫ്രദിനെയും ജംഇനെയും നമുക്ക് മനസ്സിലാക്കാം. ബൈത്തുൻ എന്നുള്ള നേരർത്ഥം വീട് എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് കഅബ. അൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ കഅബയാണ്. ബുയൂത്തുൻ, വീടുകൾ. ബൈത്തുൻ എന്ന വീട്, ബുയൂത്തുൻ വീടുകൾ. സ്വലാത്തുൻ, നിസ്കാരം. സ്വലവാത്തുൻ, നിസ്കാരങ്ങൾ. നഖ്റഉൽ ആയാത്തി താലിയ, ശേഷം വരുന്ന ആയത്തുകൾ നമുക്ക് ഓതാം. വനക്തഷിഫു മിൻഹ, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാം. അൽ കലിമാത്തിൽ മബനിയായ കലിമത്തുകൾ വ്യക്തമാക്കാം. വനഖുത്തു തഹ്തഹ, അതിൻ്റെ താഴ്ഭാഗത്ത് ഒരു ലൈന് കൊടുക്കുകയും ചെയ്യാം, അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യാം. ഇന്ന ഹാദിഹി തദ്കിറ, തീർച്ചയായിട്ടും ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ മബനീൻ്റെ താഴെ ലൈൻ കൊടുക്കാനുള്ളതാണ്. ഹാദിഹി എന്നുള്ളതാണ് മബനി, പിന്നെ ഇന്ന എന്നുള്ളതും മബനിയാണ്. അപ്പോൾ അതിൻ്റെ രണ്ടിനെയും താഴെ ലൈൻ കൊടുക്കുക. അടുത്ത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിൽ മബനിയായതിൻ്റെ താഴ്ഭാഗത്ത് ലൈൻ കൊടുക്കുക. ദാലിക്ക എന്നുള്ളത് മബനിയാണ്, പിന്നെ ലാ എന്നുള്ളതും മബനിയാണ്. അപ്പോൾ അതിന് രണ്ടിന് താഴെയായിട്ട് ലൈൻ കൊടുക്കുക. അടുത്താൽ മോജമു തവജ്ജഹ, അർത്ഥം മുന്നിട്ടു. യതവജ്ജഹു, മുന്നിടും. വുദിഅ, സ്ഥാപിക്കപ്പെട്ടു. അൽ മോറബു വൽ മബിനി, മോറബിനെ കുറിച്ചും മബിനിയെ കുറിച്ചുമാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലാകാത്തവർ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നാഫിഅ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. കഅബ ഷരീഫിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.